നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൽ നിന്ന് ഒരു സുപ്രധാനമായ വാർത്തയുണ്ട്. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ സാന്റോസ് അവരുടെ കോച്ച് പെഡ്രോ കൈസീഞ്ഞയെ പുറത്താക്കിയിരിക്കുന്നു. ഇക്കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട്. ക്ലബിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പെഡ്രോ കൈസീഞ്ഞ ഇനി ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള സാന്റോസിൻ്റെ എ ടീമിൻ്റെ കോച്ചായിട്ട് തുടരില്ല. അദ്ദേഹത്തോടൊപ്പം തന്നെ അസിസ്റ്റൻ്റ് കോച്ചുമാരായിട്ടുള്ള പെഡ്രോ മാൽറ്റ, ഹോസെ പ്രാറ്റസ്, ഫിസിക്കൽ ട്രെയിനർ ഗുയർമെ ഗോമസ്, ഗോൾ കീപ്പർ കോച്ച് ഹോസെ ബെൽമാൻ എന്നിവരും പുറത്താവുകയാണ്. ക്ലബിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടുള്ള സെസാർ സാംബായോ, അദ്ദേഹം മുൻ ബ്രസീലിയൻ താരമാണ്. സെസാർ സാംബായോ ഇനി ഇൻട്രിം ബേസിൽ ടീമിൻ്റെ കാര്യങ്ങൾ നോക്കും. താൽക്കാലിക കോച്ചായിട്ട് അദ്ദേഹമായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഈ വിടവാങ്ങുന്ന കോച്ചിന്, പുറത്താക്കിയ കോച്ചിന് എല്ലാവിധ ഭാവുകങ്ങളും ഭാവിയിലേക്ക് നേരുകയും ചെയ്തിട്ടുണ്ട് സാന്റോസ്. ഇതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഇങ്ങനെ ഒരു പുറത്താകലിന് കാരണം എന്നുള്ളത് ബ്രസീൽ മാധ്യമം ഗ്ലോബോ വളരെ വിശദമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം വളരെ മോശം പെർഫോമൻസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലുമിനൻസിനെതിരെയുള്ള കളിയിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നാൽ കോച്ച് പുറത്താവും എന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെ മോശം പ്രകടനം വന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. ആ തോൽവിക്ക് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരം അത്ലറ്റിക്കോ MGക്കെതിരെ വരുന്ന ബുധനാഴ്ചയാണ്. ആ മത്സരത്തിന് ടീമിനെ ഒരുക്കുക സെസാർ സാംബായോ ആയിരിക്കും. പെഡ്രോ കൈസീഞ്ഞയെ ജനുവരിയിൽ ടീമിൻ്റെ കോച്ചാക്കി വെച്ചിട്ട് 16 മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ചത്. അതിൽ 6 വിജയങ്ങളും 3 സമനിലകളും 7 തോൽവികളുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രസീലിയൻ സീരിയയിലെ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ ടോട്ടൽ 9 പോയിന്റുകൾക്കായിട്ടുള്ള പോരാട്ടത്തിൽ ഒരേ ഒരു പോയിന്റ്, ഒരു സമനില, 2 തോൽവി. അതാണ് സാന്റോസിൻ്റെ അവസ്ഥ. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നത് എന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.